ഗോകുലം ഗ്രൂപ്പിൽ വ്യാപക ഇഡി പരിശോധന. ഗോകുലം ഗോപാലിനെ വടകരയിലെ വീട്ടിൽ ചോദ്യം ചെയ്യുന്നു. ഗോകുലത്തിന്റെ ചെന്നൈ, കോഴിക്കോട്, കൊച്ചി ഓഫീസുകളിൽ ഇഡി സംഘമെത്തി. കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും ആദായനികുതി ഉദ്യോഗസ്ഥരും പരിശോധനയ്ക്ക്. എമ്പുരാൻ സിനിമാ വിവാദവുമായി റെയ്ഡിന് ബന്ധമില്ല എന്ന് ഇഡി വിശദീകരണം. സിനിമയോടുള്ള പ്രതികാരമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. SFIO നടപടിയിൽ വീണ വിജയന് പൂർണ്ണ പിന്തുണയുമായി CPIM. കേസ് രാഷ്ട്രീയ അജണ്ടയെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. പാർട്ടി കോൺഗ്രസിനിടയിലെ നീക്കം രാഷ്ട്രീയ പ്രേരിതം. SFIO ഇങ്ങനെയൊരു നാടകം നടത്തിയതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ്. ഒരു നിയമപരമായിട്ടുള്ള നിലപാടുമല്ല. ഗവൺമെൻറ്റോ മുഖ്യമന്ത്രിയോ രണ്ട് കമ്പനികൾ തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാറുമായിട്ട് ബന്ധപ്പെട്ട് വഴിവിട്ട ഒരു സഹായവും നൽകിയിട്ടില്ല. കേസ് നിലനിൽക്കില്ലെന്നും CPIM. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. കേസ് രാഷ്ട്രീയ പ്രേരിതമല്ല, കള്ളപ്പണം വെളുപ്പിച്ചതാണെന്നും വി ഡി സതീശൻ. ഇത് അതുപോലെ ഒരു രാഷ്ട്രീയ കേസല്ല, ഒരു പൊളിറ്റിക്കൽ കേസായിട്ട് തുടങ്ങിയ കേസല്ല. ഒരു തെറ്റായ കാര്യമാണ് നടന്നിരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. മുഖ്യമന്ത്രിക്ക് അതിൻ്റെ പൂർണ്ണമായ ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് ഏറ്റെടുക്കണം. അദ്ദേഹം രാജിവെക്കണം, ഉടൻ രാജിവെക്കണം. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിലേക്ക്. ഭരണഘടനാ വിരുദ്ധമായ ബില്ലിനെ നിയമപരമായി നേരിടുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. വഖഫിൽ കോൺഗ്രസിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്താത്തതിലും രാഹുൽ ഗാന്ധി സംസാരിക്കാത്തതിലും വിമർശനം. രാജീവ് ചന്ദ്രശേഖറും തുഷാർ വെള്ളാപ്പള്ളിയും മുനമ്പം സമരപ്പന്തലിൽ. റവന്യൂ അവകാശം ലഭിക്കും വരെ മുനമ്പം നിവാസികൾക്കൊപ്പമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ. സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി ഇന്ന് ചർച്ചയില്ല. ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ്. ആശമാർ കടുംപിടുത്തം തുടരുമ്പോൾ ചർച്ചയ്ക്ക് സാഹചര്യമില്ല എന്ന് ആരോഗ്യവകുപ്പ്. തീരുമാനം മന്ത്രിയുമായി ചർച്ചയ്ക്ക് സന്നദ്ധരാണെന്ന് ആശമാർ അറിയിച്ചതിന് പിന്നാലെ. മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ വിളയാട്ടം. ആറോ ജംഗ്ഷനിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര കടകൾ തകർത്തു. മൂന്നാർ പഞ്ചായത്തിന്റെ അപ്സൈക്കിൾ പാർക്കും തകർത്തു. ആളുകൾ ബഹളം വെച്ചതോടെ ആന കാട് കയറി. ഡൊണാൾഡ് ട്രംപിന്റെ പകരത്തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ തിരിച്ചടി നേരിട്ട് ഓഹരി വിപണി. ഡൗ ജോൺസ് സൂചിക 3.98% താഴ്ന്നു. രേഖപ്പെടുത്തിയത് 2020 ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവ്. തീരുവയിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ട്രംപ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് മുംബൈ ലക്നൌ പോരാട്ടം. മത്സരം ലക്നൌവിൽ വൈകിട്ട് 7:30. 3 മത്സരങ്ങളിൽ ഇരു ടീമുകൾക്കും നേടാനായത് ഒരു ജയം മാത്രം. ശ്രദ്ധാകേന്ദ്രമായി ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ലക്നൌ നായകൻ ഋഷഭ് പന്തും.